നമസ്കാരം. ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. എങ്ങനെ ചെന്ന് വീണാലും നാല് കാലിലാണല്ലോ ഈ ചങ്ങാതി നിന്ന് വീഴുന്നത്. ഇപ്പൊ അടുത്ത് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴും നാല് കാലിൽ തന്നെ. നമ്മൾ ഈ കച്ചവടക്കാരെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ കച്ചവടം, എല്ലാ കച്ചവടക്കാരെയല്ല, മലയാളത്തിൽ ഉള്ള നമ്മുടെ കേരളത്തിലുള്ള കച്ചവടക്കാർ, മലയാളികളായിട്ടുള്ള കച്ചവടക്കാരെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കച്ചവടത്തിന് പല തന്ത്രവും പയറ്റാറുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി അല്ല കൊണ്ടുപോകുന്നത്. എന്താണോ നമുക്ക് മെച്ചം അതങ്ങോട്ട് ചെയ്യും. അതിൽ ചിലര് വലിയ സ്റ്റാറുകളെ കൊണ്ടുവരും. അതുപോലെ മറ്റു ചിലര് വമ്പൻ പ്രോഗ്രാമുകൾ വെക്കും. അതേപോലെ മറ്റു ചിലർ വലിയ ചാരിറ്റികൾ വെക്കും. അതായത് ചാരിറ്റിയൊക്കെ നടത്തും. ആ ചാരിറ്റിയിലൂടെ അതൊരു വലിയൊരു വൻ പ്രചരണമാക്കി മാറ്റും. അങ്ങനെ അവരുടെ ബിസിനസ് വളർത്തും. അതായത് തങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അവരിങ്ങനെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ ബ്രാൻഡ് അവർ വളർത്തുക എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലുലു, യൂസുഫ് അലി, എം എ യൂസുഫ് അലി. അദ്ദേഹം പക്ഷെ ഇത്തരം വലിയ പ്രോഗ്രാമുകൾ നടത്താറുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറെ ചാരിറ്റിക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. വലിയ തുക ചാരിറ്റി മേഖലയിലേക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന്റെ പരസ്യമായി വരാറുമുണ്ട്. ഉദാഹരണത്തിന് ഒരു ദിവസം നമ്മുടെ പുത്തുമല കവളപ്പാറ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ കാലത്ത് അവിടെ എനിക്ക് തോന്നുന്നു 15 വീടാണെന്നാണ് എൻ്റെ ഓർമ്മ. 15 25 വീട്, 15ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ 5 വീടുകൾ ചെയ്തുതരാം എന്ന് പറഞ്ഞതായിട്ട്, കുറച്ച് വീടുകൾ ചെയ്തുതരാം എന്ന് പറഞ്ഞു. എണ്ണ അവിടെ നിൽക്കട്ടെ, അത് ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അതിനുള്ള എമൗണ്ട് നോക്കിയപ്പോൾ അവിടെയുള്ള ആൾക്കാർ, മറ്റുള്ളവർ പറഞ്ഞു, ശരി, ഇത്ര വീടും കൂടി നോക്കിയാൽ മതിയല്ലോ എന്ന് അവരിങ്ങനെ സംസാരിച്ചു. അപ്പൊ ആ സംസാരത്തിൽ ഉടനെ യൂസുഫ് അലി ചോദിച്ചു, അതിന് എത്ര എക്സ്പെൻസ് വരുമെന്ന് ചോദിച്ചപ്പോൾ അത് ഇത്ര രൂപയാണ് വരും, അതിനിപ്പോ നിങ്ങൾ വേറെ അന്വേഷിക്കേണ്ട, അതും കൂടി ഞാൻ തരാം എന്ന് പറഞ്ഞു. അത് അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം. അതായത് അത് ഞാൻ തരാം, നിങ്ങൾ വേറെ അന്വേഷിക്കേണ്ടായിരുന്നു. അതൊരു പബ്ലിസിറ്റിയാണ്. അത് മീഡിയകൾ വലിയ വാർത്ത ചെയ്തപ്പോൾ ആ വലിയ വാർത്ത കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് കോടികളുടെ ഒരു പരസ്യമാണ് കിട്ടിയത്. അത് നമ്മൾ മറക്കരുത്. കാരണം ചാരിറ്റിയൊക്കെ അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. പക്ഷെ ആ ചാരിറ്റിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധുക്കളായ അല്ലെങ്കിൽ അർഹതയുള്ള കുറെ ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടാണ് അവർക്ക് ആ പ്രൊമോഷൻ കിട്ടുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് ഒരു എന്താ പറയാ, മോശമെന്ന് പറയാൻ പറ്റില്ല. കിട്ടുന്നതിൽ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ. എന്നാൽ 5ന്റെ പൈസ ചെലവാക്കാതെ പ്രൊമോഷൻ നടത്തുന്ന, സ്വന്തം കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ കേരളത്തിലുണ്ടെങ്കിൽ അത് ബോബി ചെമ്മണ്ണൂരേ ഉള്ളൂ. ബോബി ചെമ്മണ്ണൂരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കച്ചവടക്കാരിൽ ഏറ്റവും ബുദ്ധിമാൻ എന്ന് പറയാം. എങ്ങനെ വീണാലും 4 കാലിൽ. അതുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് അയാൾ എങ്ങനെ വീണാലും 4 കാലിൽ തന്നെയാണ് എന്ന്. വലിയ നടിമാരെ, വമ്പൻ നടിമാരെ അയാൾ കൊണ്ടുവരാറില്ല. കാരണം അതിനേക്കാളും നല്ലത് വലിയ പോപ്പുലർ അല്ലാത്ത, എന്നാൽ ഉദ്ഘാടനത്തിനൊക്കെ സഹകരിക്കാൻ കഴിയുന്ന എന്ന് തോന്നുന്ന ആൾക്കാർ, വലിയ പോപ്പുലർ അല്ലാത്ത നടിമാരെ കൊണ്ടുവരും. എന്നിട്ട് അവരെ പോപ്പുലർ ആക്കി അങ്ങോട്ട് വിടും. അങ്ങനെ ബോബി ചെമ്മണ്ണൂരിന്റെ ഉദ്ഘാടനത്തിന് ബോബിക്കോടൊപ്പം നിന്നിട്ടുള്ള അങ്ങനെയുള്ളവർ വളരെ പ്രശസ്തരായ, എങ്ങനെയാണ് ഉദ്ഘാടനമായിട്ടും അല്ലാതെയും ഒക്കെ. സിനിമയിൽ വലിയ പ്രശസ്തരായെന്നുണ്ടല്ല, പക്ഷെ അതിന് ബോബി ഉണ്ടാക്കി വെച്ചൊരു അഡ്രസ് ഉണ്ട്. ബോബിയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ നടി മറ്റു കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അയാൾ സ്വയം അങ്ങ് പോപ്പുലറായി. ആദ്യമൊക്കെ വളരെ എന്താ പറയാ, ഫ്ലോപ്പായിരുന്നു. ബോബിയെ എതിർക്കാൻ, പൊങ്കാലയിടാൻ ഇവിടെ ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ നിലനിൽക്കവേ തന്നെ അദ്ദേഹം എങ്ങനെയൊക്കെയോ കുറച്ച് പോപ്പുലാരിറ്റി ഉണ്ടാക്കി. പിന്നെ അദ്ദേഹത്തിന്റെ കമ്പനികൾ, ചില നെറ്റ്വർക്ക് കമ്പനികളും അതിലൂടെ അദ്ദേഹം ഒരു ഫാൻസ് ഉണ്ടാക്കി. പിന്നെ അതിലൂടെ കുറച്ച് ചാരിറ്റി ഉണ്ടാക്കി, ചാരിറ്റി ഫാൻസ് ഉണ്ടാക്കി. അങ്ങനെ കേരളത്തിലെമ്പാടും അദ്ദേഹത്തിന് ഒരു ഫാൻസ് ഒരു കൂട്ടായ്മ ഉണ്ടായി. മാത്രമല്ല ഇപ്പോൾ ഒരു സെലിബ്രിറ്റി പോലെ അദ്ദേഹം സെലിബ്രിറ്റി തന്നെയാണ്. ഇറങ്ങി അങ്ങാടിയിലൂടെ നടന്നു കഴിഞ്ഞാൽ സിനിമാ നടന്മാരോ നടിമാരോ പോകുമ്പോൾ ആൾക്കാർ വളയുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ വളയാറുണ്ട്. എന്നാൽ മറ്റേതെങ്കിലും ഒരു ജുവലർ സിംഗലയുടെ, മലബാർ ഗോൾഡിന്റെയോ അല്ലെങ്കിൽ ഭീമ ഗോൾഡിന്റെയോ മുതലാളി ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആൾ കൂടില്ല. അതാണ് ബോബി ചെമ്മണ്ണൂർ ഉണ്ടാക്കിച്ച ഒരു വാല്യൂ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവർ കോടികൾ ചെലവഴിച്ച് ഒരു ബ്രാൻഡ് അംബാസഡറേയും പ്രൊമോട്ടറേയൊക്കെ കൊണ്ടുവന്ന സമയത്ത് ഇദ്ദേഹം സ്വയം അങ്ങ് പ്രൊമോട്ടറായി, ബ്രാൻഡ് അംബാസഡറായി മാറി. 1 രൂപ ചെലവില്ലാതെ, 10ന്റെ പൈസ ചെലവില്ലാതെ, ബോച്ചെ മതി ഏത് ജ്വല്ലറി ഉദ്ഘാടനത്തിനും എന്നുള്ള നിലയിൽ ബോച്ചെ എന്നൊരു പേരും ഉണ്ടാക്കി വെച്ചു. ഇങ്ങനെ തുടർന്ന് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ സമീപകാലത്തുണ്ടായ വിഷയങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഹണിറോസുമായിട്ടുള്ള വിഷയം, ഹണിറോസ് കൊടുത്ത പരാതിമേൽ ബോബി ചെമ്മണ്ണൂർ ജയിലിലായിരുന്നു എല്ലാം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അതും ബോബി ചെമ്മണ്ണൂരിന് മെച്ചമേ ആയിട്ടുള്ളൂ എന്നാണ്. പൂച്ച അവിടെ 4 കാലിൽ തന്നെയാണ് വീണത്. ജനപിന്തുണയിൽ സത്യത്തിൽ ഹണിറോസ് അല്പം പിന്നോട്ട് പോവുകയും ഉദ്ഘാടനങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ 2 വട്ടം ആലോചിക്കുകയും ചെയ്ത സമയത്ത് ബോബി ചെമ്മണ്ണൂർ ഒരു പടി കൂടി മുന്നോട്ട് കടക്കുകയാണ് ചെയ്തത്. ഇപ്പം ഏറ്റവും വലിയ ഒരു കുറുക്കൻ ബുദ്ധി പ്രയോഗിച്ചിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. ഈ കുംഭമേളയില് പിന്നെ പെട്ടെന്ന് വൈറലായിട്ടുള്ള മൊണാലിസ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. മാല വിൽക്കാൻ വന്ന, രുദ്രാക്ഷമാലയും അതും ഇതൊക്കെ വിൽക്കാൻ വന്നിട്ടുള്ള ഒരു പെൺകുട്ടി. ആരോ ഒരാളൊരു ഫോട്ടോ എടുത്തിട്ട് വളരെ പെട്ടെന്ന് വൈറലായി കഴിഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല. ബോബി ചെമ്മണ്ണൂർ വേഗം അതിനെ ബ്രാൻഡ് അംബാസഡറാക്കി ഇന്ന് കോഴിക്കോട് കൊണ്ടുവരികയാണ്.
കോഴിക്കോട് അരയടത്ത് പാലത്ത് നടക്കുന്ന പരിപാടിയിൽ അവരെ പങ്കെടുപ്പിക്കാൻ മാതാപിതാക്കളോടൊപ്പം മൊണാലിസ എത്തുമ്പോൾ അത് മറ്റൊരു കുറുക്കൻ ബുദ്ധിയായി മാറാണ്. ഒന്നാലോചിച്ച് നോക്ക്, അവളെ മനോജ് മിശ്രയുടെ ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന് പറയുന്ന സിനിമയിൽ, ഒരു ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഉറപ്പിച്ചു വെച്ചേക്കുക. അതൊരു സിനിമാ നടിയായി മാറാണ്. കുംഭമേള അവളെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിത്തമാണ്. ആ നിമിത്തത്തിൽ അവൾ പോപ്പുലറായി വരുന്നു. അതിനു മുമ്പ് അവളെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിക്കുന്നു, പോസ്റ്റ് ചെയ്യണം. അതായത് ചെറിയ പൈസ മതി. ഇതുവരെ ബോബി ചെമ്മണ്ണൂർ ആയിരുന്നുണ്ടെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ഒന്ന് മാറി നിന്നുകൊണ്ട് ആ പെൺകുട്ടിയെ, ഒന്നുമല്ലാത്ത തിളങ്ങുന്ന കണ്ണുകളുള്ള ചാരക്കണ്ണുകളുള്ള ആ സുന്ദരി, അതിനെ പിടിച്ച് ബ്രാൻഡ് അംബാസഡർ ആക്കി. അതെന്തായാലും ഒരു 2 വർഷം 3 വർഷം ഉണ്ടാവും എന്നാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. 2-3 വർഷം എന്തായാലും ഉണ്ടാവും, ആ കരാറുണ്ടാവും. അതും താരതമ്യേന ചെറിയ തുകയായിരിക്കും. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തുകയാണ്. ഈ മാല വിൽപ്പനയിൽ കിട്ടുന്ന ചെറിയ സംഖ്യയിലാണല്ലോ അവർ ജീവിച്ചു വന്നേ. ആ സ്ഥാനത്ത് ലക്ഷങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇനി 10, 15, 20 ലക്ഷം കൊടുത്തു കഴിഞ്ഞാലും അതവർക്ക് വലിയ സംഖ്യയാണ്. അപ്പൊ ആ സംഖ്യ കൊടുത്തുകൊണ്ട് ഇവിടെ ബ്രാൻഡ് അംബാസഡർ ആക്കുമ്പോൾ ഇനി ഉദ്ഘാടനത്തിനും മറ്റുമെല്ലാം മൊണാലിസ വരും. എല്ലാ സ്ഥലത്തും മൊണാലിസ വരും. മൊണാലിസ പോപ്പുലർ ആവും. അതോടൊപ്പം ബോബി ചെമ്മണ്ണൂരിന് വലിയൊരു നേട്ടം എന്ന് പറയുന്നത്, ഈ സിനിമ, ഈ മനോജ് മിശ്രയുടെ സിനിമ എന്ന് പറഞ്ഞാൽ അത് ഹിറ്റാവുമെന്ന് ഉറപ്പാണ്. കാര്യം മൊണാലിസ എന്ന ഈ ഒരു പെൺകുട്ടിയെ ഫോട്ടോ കൊണ്ട് മാത്രം, അതിന്റെ 1-2 സംഭാഷണം കൊണ്ട് മാത്രം അതൊരു വൈറലായി പോയിട്ടുണ്ടെങ്കിൽ അതേ വൈറലാകുന്ന ഒരവസ്ഥ ആദ്യത്തെ സിനിമ എന്ന നിലയിൽ അത് വൈറലായി പോകും, അത് ഉറപ്പാണ്. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിന് ആളെ കിട്ടുമോ? ഈ മൊണാലിസ വേണമെന്ന് വെച്ചാൽ പിടിച്ചാൽ കിട്ടൂല. അതാണ് ഞാൻ കുറുക്കൻ ബുദ്ധി എന്ന് പറഞ്ഞത്. ഇപ്പോ ഒരു ചെറിയ തുകയ്ക്ക് കരാർ ഉറപ്പിച്ച് 2-3 വർഷത്തേക്ക് മൊണാലിസ ഉറപ്പിച്ചു കഴിഞ്ഞാൽ, മൊണാലിസ ആ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് സ്റ്റാർ ആയി കഴിഞ്ഞാലും ബോബി ചെമ്മണ്ണൂരിന്റെ ഈ ജ്വല്ലറി ശൃംഖലയുടെ ബ്രാൻഡ് അംബാസഡർ തന്നെ ആയിരിക്കും. അപ്പോഴോ ആ സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഈ എമൗണ്ട് മതിയാവില്ല. മാത്രമല്ല, ഒന്നുമല്ലാതിരുന്ന സമയത്ത് ഈ മൊണാലിസയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് ബ്രാൻഡ് വാല്യൂ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുറുക്കൻ ബുദ്ധിയിൽ ഈ പണം എറിഞ്ഞുകൊണ്ട് കൂടെ നിർത്തിയ ഒരു ബോബി ചെമ്മണ്ണൂരിനെ മൊണാലിസ മറക്കും? അതുമില്ല. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തെ എതിർത്തിട്ടുള്ള മറ്റു പലർക്കും മറുപടി കൊടുത്തിരിക്കുകയാണ് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ നർമ്മം, ആ നർമ്മം ഞാൻ നേരത്തെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തന്നു. മറ്റു പലരും സംസാരിക്കുന്നു അതിനേക്കാളും മോശമായ രീതിയിൽ സംസാരിച്ചിട്ട് അതൊന്നും ഒരു വിഷയമല്ലാതായി. എന്നാൽ താരതമ്യേന കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചില തമാശകൾ, അത് തമാശയായി തന്നെ കളഞ്ഞാൽ മതി എന്നുള്ള തമാശ, അങ്ങനെ കളയാത്തതിന്റെ ഫലമായി ഉണ്ടാകുന്ന ചിലരുടെ നഷ്ടം, അത് മറ്റുള്ളവർക്ക് ഒരു മെച്ചവും, അതുപോലെ ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മെച്ചവും ആയി വരുന്നതാണ് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെ വീണാലും പൂച്ച 4 കാലില്ല. ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് ഒരു സംഭവമാണെന്നോ ഒരു മഹാസംഭവമാണെന്നോ ഈ സാമൂഹികമായിട്ട് മൂപ്പർ എന്തൊക്കെയോ ആണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ കിട്ടുന്നതിൽ ഓഹരി അദ്ദേഹം പലർക്കും കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചാരിറ്റി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായാലും അദ്ദേഹവും ചെയ്യുന്നുണ്ട്. അതുപോലെ വലിയൊരു ഫാൻ ഒരു കൂട്ടത്തെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് അദ്ദേഹം മാത്രം നിന്ന് തന്നെ വളരുമെന്നുണ്ടെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ, ഒരുപാട് ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തൊക്കെ ഉണ്ടെങ്കിലും ആരും സ്വന്തം നിലയ്ക്കല്ല ബിസിനസ് ചെയ്യുന്നത്, എല്ലാവരും ബിനാമി വെച്ച് തന്നെയാണ് ഇവിടെ കേരളത്തിൽ ചെയ്യുന്നത്. അതൊക്കെ അവിടെ നിന്ന് കിട്ടുക മറ്റൊരു വിഷയമാണ്. പക്ഷെ എങ്കിലും ഇത്തരത്തിലുള്ള കുറുക്കൻ ബുദ്ധികളിലൂടെ വരുമ്പോൾ തന്നെ ഇടിച്ചു താഴ്ത്താൻ, തന്നെ കുപ്പയിലിട്ട് മൂടാൻ വേണ്ടി ആ പണിയെടുത്തിട്ടുള്ള വലിയൊരു ഭാഗത്തിന് നല്ലൊരു മറുപടിയാണ് മൊണാലിസയിലൂടെ ആ ബോബി ചെമ്മണ്ണൂർ കൊടുക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.